ആലപ്പുഴ കായംകുളത്ത് അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ അഭിഭാഷകൻ രാസലഹരി ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തൽ. അച്ഛനോടുള്ള കടുത്ത വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. MDMA ഉപയോഗിക്കാറുണ്ടെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. 47 വെട്ടുകളാണ് നടരാജന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ഏറെ ഞെട്ടലോടുകൂടി കേട്ട വാർത്തയാണ്. 47 വെട്ട് വെട്ടിയാണ് സ്വന്തം അച്ഛനെ, അതും ഒരു അഭിഭാഷകനാണ്, അദ്ദേഹം കൊലപ്പെടുത്തിയത്. അതിന് പിന്നിൽ ലഹരി തന്നെ എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ സംഭവം നടക്കുന്നത് മിനിഞ്ഞാന്ന് രാത്രിയാണ്. ആ സമയത്ത് തന്നെ, അതായത് അതിൻ്റെ തലേദിവസവും ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയധികം ഒരു പകയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് 30-ന് ബാർ കൗൺസിലിൻ്റെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഈ പ്രതിയായ നവജിത്ത് എറണാകുളത്ത് പോയിരുന്നു. എന്നാൽ അവിടെ പരീക്ഷ എഴുതാനായി ഇയാൾ പോയെങ്കിലും അവിടെ പരീക്ഷ എഴുതിയില്ല, മറിച്ച് അവിടെ മുറിയെടുത്തുകൊണ്ട് അവിടെ രാസലഹരി ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതേ തുടർന്ന് എറണാകുളത്ത് താമസിക്കുന്ന സഹോദരിയുടെ വീട്ടിലെത്തി ലഹരി ഉപയോഗത്തിന് ശേഷം ഇയാൾ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സഹോദരി ഇടപെട്ടാണ് കായംകുളത്തെ വീട്ടിലേക്ക് നവജിത്തിനെ എത്തിച്ചത് എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായി. മാത്രമല്ല, അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ട വലിയ എതിർപ്പ്, അതായത് കൊല്ലപ്പെട്ട നടരാജൻ ഇതുമായി ബന്ധപ്പെട്ട വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ ഒരു സംസാരത്തെ തുടർന്നുണ്ടായ പകയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് 3 മക്കളാണ് നടരാജന് ഉള്ളത്, നടരാജനും സിന്ധുവിനും ഉള്ളത്. അതിൽ തന്നെ മൂത്തയാളാണ് ഈ പ്രതിയാക്കപ്പെട്ട നവജിത്തുമായി ബന്ധപ്പെട്ട തുടക്കകാലം, പഠനകാലം മുതൽ തന്നെ ചില പ്രശ്നങ്ങൾ കുടുംബം അഭിമുഖീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ആദ്യം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബിരുദത്തിനായി പോയി. അവിടെ നിന്ന് പിന്നീട് പഠനം ഉപേക്ഷിച്ച് തിരിച്ച് 2 വർഷത്തിനു ശേഷം എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിച്ച് ഇയാൾ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നീട് LLB പഠനത്തിനായി ചേർന്നു. LLB പൂർത്തിയാക്കിയെങ്കിലും മറ്റ് ഇത്തരത്തിലുള്ള സ്വന്തമായി വക്കാലത്തിടാനോ മറ്റു കാര്യങ്ങൾക്കായുള്ള ബാർ കൗൺസിലിന്റെ പരീക്ഷയൊന്നും തന്നെ ഇയാൾ എഴുതിയിരുന്നില്ല എന്നുള്ളതാണ്. ആ പരീക്ഷ എഴുതാത്തതും ഈ പഠനവുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കാത്തതുമൊക്കെ ബന്ധപ്പെട്ട് നടരാജനുമായി വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, മറ്റു 2 മക്കളും നല്ല നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള കമ്പാരിസൺ ഒക്കെ ഈ നവജിത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഏത് രക്ഷകർത്താക്കൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ തന്നെ ആ വീട്ടിലും സംഭവിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടരാജനും വളരെ കർക്കശക്കാരനായ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല കാര്യങ്ങളിലും വളരെ സ്ട്രിക്റ്റായി തന്നെയാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ, വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നതും നടരാജൻ തന്നെയായിരുന്നു. ദീർഘകാലം ഗൾഫിലായിരുന്നു. അതിനുശേഷം പിന്നീട് മടങ്ങിയെത്തി നാട്ടിൽ കോൺട്രാക്ട് വർക്കും മറ്റു കാര്യങ്ങളുമായി നടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബമാണ്, സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിന്നിരുന്നത് മകൻ്റെ ഈ ഇത്തരം ജീവിത രീതിയെ നിരന്തരം അച്ഛൻ വിമർശിച്ചിരുന്നു എന്നുള്ളതാണ്. ആ ഒരു പക, അതായത് ദീർഘകാലമായി പല ഘട്ടങ്ങളിലായി നടരാജൻ ഇത്തരത്തിൽ നവജിത്തിൻ്റെ രീതികളെ ചോദ്യം ചെയ്യുകയും അതിനെ എതിർക്കുകയും കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതും, ഒപ്പം തന്നെ മറ്റു മക്കളുമായുള്ള കാര്യങ്ങൾ താരതമ്യം ചെയ്ത് പറയുകയും ഒക്കെ ചെയ്തത് വലിയ പകയുണ്ടാക്കി എന്നുള്ളതാണ് ഇയാൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. മാത്രമല്ല, രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഈ പരീക്ഷ എഴുതാനായി കൊച്ചിയിൽ പോയ സമയത്ത് 30-ാം തീയതി അയാൾ രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മെഡിക്കൽ പരിശോധനയിൽ അത് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അതിന് പുറമെയാണ് മദ്യപാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി കഴിഞ്ഞ ദിവസം രാത്രി ഇത്ര അതിക്രൂരമായൊരു കൊലപാതകം കായംകുളത്ത് നടന്നത്. ഈ പുല്ലുകുളങ്ങരയിലെ വീട്ടിൽ ഇങ്ങനൊരു സംഭവം നടന്ന് പോലീസ് വീട് ചവിട്ടിപ്പൊളിച്ച്, അതായത് പിൻഭാഗത്തെ വീടിൻ്റെ ഡോറ് ചവിട്ടിപ്പൊളിച്ചാണ് വീടിനകത്തേക്ക് കയറിയത്. അവിടെ നിന്നും ഈ 2 പേരെയും പുറത്തേക്ക് എത്തിക്കുമ്പോൾ നടരാജൻ 47ഓളം മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. അതും പകയോടുകൂടി തലഭാഗത്താണ് ഏറ്റവും അധികം ഇയാൾ വെട്ടിയതെന്നുള്ളത്. കൃത്യമായ ഒരു പക നവജിത്തിന് അച്ഛനോടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത്രയും തവണ ഇത് ആവർത്തിച്ച് ചെയ്തതിന് പിന്നിലും ഈ വീടിന്റെ ഡോറുകൾ ലോക്ക് ചെയ്ത് സൂക്ഷിച്ചതിന് പിന്നിലും രക്ഷപ്പെടേണ്ടതില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കനകക്കുന്ന് പോലീസ് ഇയാളെ ആദ്യം അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. വീടിന്റെ മുകൾ ഭാഗത്ത് കയറി നിന്ന് വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ അവിടെ നിന്ന് ആക്രോശിക്കുകയായിരുന്നു. 2 ഡമ്മികൾ വീടിനകത്ത് കിടപ്പുണ്ട് എന്നാണ് മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് ഇയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം
പിന്നീട് പിന്നാമ്പുറത്തെ വാതിൽ ചവിട്ടി തുറന്നാണ് പോലീസ് അകത്ത് പ്രവേശിക്കുകയും ആദ്യം രക്ഷകർത്താക്കളെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. പിന്നീട് കയറിട്ട് വരിഞ്ഞാണ് നവജിത്തിനെ കീഴ്പ്പെടുത്തി താഴത്തെ നിലയിലേക്ക് കൊണ്ടുവരുന്നത്. ആ സമയത്തും അയാളുടെ കൈവശം ഈ വീട്ടിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ വീടിന്റെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ പോലീസ് കരുതുന്നത് മരണപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള നിലപാടിലായിരുന്നു അയാൾ ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. രക്ഷകർത്താക്കൾ ഇപ്പോൾ അമ്മയുടെ അതായത് വീട്ടിൽ ഭക്ഷണം വിളമ്പി വെച്ച നിലയിലാണ് ഉണ്ടായിരുന്നത്. വീടിന്റെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം ഉണ്ടായിരുന്നു. അതായത് ഈ അച്ഛനും മകനും തമ്മിലുള്ള തർക്കങ്ങൾ ആ കഴിഞ്ഞ ദിവസങ്ങളിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന തർക്കങ്ങൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് രൂക്ഷമായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ തൊട്ട് മുന്നിലുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇയാൾ രാസലഹരി അടക്കം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരുത്തരവാദിത്തപരമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലുള്ള വലിയ വിമർശനം നടരാജന് ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച തർക്കം ആ വീട്ടിൽ അന്ന് രാത്രിയും കാര്യമായി ഉടലെടുത്തിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സഹോദരിയുടെ വീട്ടിൽ ചെന്ന്, കൊച്ചിയിൽ താമസിക്കുന്ന വിവാഹിതയായ സഹോദരിയുടെ വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇയാൾ അന്വേഷണ സംഘത്തോട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അയാൾ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അതിക്രൂരമായ കൊലപാതകമായിരുന്നു ഭവ്യ കായംകുളം പുല്ലുകുളങ്ങരയിൽ ഉണ്ടായത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്.